ഗോൾ മുഖത്ത് ഫ്രീ കിക്ക് എടുക്കാൻ റൊണാൾഡോ നിൽക്കുന്നു. ഗ്യാലറി ആർപ്പ് വിളിക്കുന്നു. എല്ലാ കണ്ണുകളും നോക്കുന്നത് ക്രിസ്ത്യാനോയിൽ. എന്നാൽ അവൻ കാണുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഗോളി, രണ്ട് ഗോൾ പോസ്റ്റ്. ഫുട്ബോൾ ലൈവ് കമന്ററി അല്ലത്, കഥാപ്രസംഗമാണ്. കഥ പറയുന്നത് ആകാശവാണിയിലൂടെ നമുക്ക് സുപരിചിതനായ കാഞ്ചിയോട് ജയൻ. റൊണാൾഡോയുടെ കഥ പറയുന്ന കാഞ്ചിയോട് ജയനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ അറിയേണ്ടത് കാഞ്ചിയോട് ജയൻ എങ്ങനെ റൊണാൾഡോ ഫാനായി? ഞാൻ റൊണാൾഡോ ഫാൻ ആകുന്നതിന് മുമ്പ് ഫുട്ബോൾ ഫാനായിരുന്നു. 1986 ഞാൻ ഫുട്ബോൾ പ്രേമിയാവുന്നത്. ഞാൻ അന്ന് നമ്മുടെ കാര്യവട്ടം കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റുഡൻ്റായിരുന്നു. കാര്യവട്ടത്താണ്. അവിടെ ഹോസ്റ്റലുണ്ട്. അപ്പോൾ ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് 1986 മെക്സിക്കൻ വേൾഡ് കപ്പ് വന്നത്. ആ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ അർജൻറ്റീനയുടെ മറഡോണയുടെ തേരോട്ടമായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് കപ്പ് നേടിയത് ആ വേൾഡ് കപ്പിലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കളികളും അന്ന് എൻ്റെ കുട്ടിക്കാലമാണ്. അതായത് ഒരു 18-19 വയസ്സിൽ ഉള്ള സമയമാണത്. അപ്പോൾ ആ കളികളെല്ലാം പാതിരാത്രിയായിരുന്നു. രാത്രി 1:30 മണിക്കൊക്കെയാണ് കളി ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ആ കളികളെല്ലാം കണ്ട് അതൊക്കെ അവരുടെ ആ ഫുട്ബോൾ കമൻട്രിയും ഗാലറിയും അതുപോലെ ആരാധകരും ഒക്കെ കണ്ട് കളിയുടെ സ്പീഡും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഇതൊരു വല്ലാത്തൊരു മായിക ലോകമാണെന്ന് ആ പ്രായത്തിൽ എനിക്ക് തോന്നി. അങ്ങനെ ഫുട്ബോൾ ആരാധകനായി മാറി. അങ്ങനെ മറഡോണയെ കുറേ കാലം അങ്ങനെ ആരാധനയോടെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ക്ലബ്ബ് ഫുട്ബോൾ എവിടെ നടന്നാലും അത് ടി വിയിൽ കാണിക്കുമല്ലോ. വലിയ ഇപ്പോൾ ചെൽസിയുടെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബാഴ്സലോണ, ഇതുപോലെ റയൽ മാഡ്രിഡ്, ഇതുപോലെയുള്ള വമ്പൻ ടീമുകളുണ്ട്. അപ്പോൾ ഈ ടീമുകളുടെയൊക്കെ കളി ടി വിയിൽ വരുമ്പോഴത്തേക്കും അത് രാത്രിയൊക്കെയാണ് സാധാരണ ഈ കളികളൊക്കെ വരുന്നത്. പാശ്ചാത്യ അവിടുത്തെ നല്ല സമയത്തുള്ള കളി നമുക്കിവിടെ ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ രാത്രി 2:30 മണിക്ക് വരെ കളി ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. ഞാൻ ആകാശവാണിയിൽ കയറിയ ആ ഒരു കാലമാണ്. അന്ന് ടി വി എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകാശവാണി റിക്രിയേഷൻ ക്ലബ്ബിൽ കളർ ടി വി ഉണ്ട്. അന്ന് ആ സമയത്ത് എൻ്റെ ഫുട്ബോൾ ബിംബം എന്ന് പറയുന്നത്, അന്ന് ക്രിസ്ത്യാനോ ജനിച്ചിട്ടുണ്ട്, പക്ഷേ അന്ന് 5-6 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. അന്നത്തെ എൻ്റെ ആരാധന മൂർത്തി എന്ന് പറയുന്നത് ദ്രോഗ്ബയാണ്. ദ്രോഗ്ബ എന്ന് കേട്ടിട്ടുണ്ടാവുമോ? ദ്രോഗ്ബ എന്ന് പറയുന്നത് ഐവറി കോസ്റ്റിൻ്റെ കളിക്കാരനാണ്, നീഗ്രോയാണ്. അദ്ദേഹം ചെൽസി എന്ന് പറയുന്ന ക്ലബ്ബിലെ വലിയ താരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ കളിയുടെ രീതിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ മറഡോണയിൽ നിന്ന് എൻ്റെ ആരാധന ദ്രോഗ്ബയിലേക്ക് മാറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2006 ആയപ്പോഴത്തേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ പതുക്കെ രംഗത്ത് വരാൻ തുടങ്ങി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വഴിയാണ് അയാൾ വരുന്നത്. പിന്നെ അത് റയൽ മാഡ്രിഡിലോട്ട് മാറി. അങ്ങനെ അദ്ദേഹം മാറിപ്പോയ ക്ലബ്ബുകളുടെയൊക്കെ കളിയിലൂടെ ഈ പയ്യൻ്റെ കളി എനിക്ക് വളരെയേറെ ഇഷ്ടമായി. ഒന്നാമത് അവൻ്റെ ചടുലമായ നീക്കവും പിന്നെ ഏറ്റവും വളരെ ആകർഷണമായിട്ടുള്ളത് ഗോൾ നേടിയതിന് ശേഷമുള്ള സിയു എന്ന് പറയുന്ന ആ ഒരു എടുത്തുചാട്ടവും ആ ഒരു ലാൻഡിങ്ങും. അപ്പോൾ അതൊരു വല്ലാത്തൊരു എനർജിയാണ് നമ്മളുടെ പ്രേക്ഷകർക്ക് നൽകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും സ്വന്തമായിട്ട് ഒരു വിജയ ആഹ്ലാദത്തിൻ്റെ ഭാഷ അവൻ സൃഷ്ടിച്ചു. മറ്റ് വലിയ കളിക്കാരിലും വേറെ വലിയ കളിക്കാരിലൊന്നും ഇതുപോലെയുള്ള ഒരു ഏകദാനമായ രീതിയിൽ ഒരേ ശൈലിയിലുള്ള ഒരു ആഘോഷം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആഘോഷം വളരെ സിമ്പിളാണ്, എന്നാൽ വളരെയേറെ പ്രോജ്വലിപ്പിക്കുന്നതുമാണ്. അതാ ലോകം ഒട്ടാകെ ആരാധകർ ഇയാൾക്ക് കിട്ടാനുള്ള ഒരു മെയിൻ കാരണം. ഇദ്ദേഹം ഗോൾ നേട്ടത്തിന് ശേഷമുള്ള ഈ ഒരു ആഘോഷ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എന്നെ പോലെയുള്ള വ്യക്തികളെ അദ്ദേഹത്തിൻ്റെ ആരാധകനാക്കി മാറ്റിയത്. ആകാശവാണിയിലെ കാഞ്ചിയോട് ജയൻ കഥാപ്രസംഗകാരനായതെങ്ങനെ? ഞാൻ ആകാശവാണി എത്തുന്നതിന് മുമ്പ് ഞാൻ കാഥികനായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് 13ാമത്തെ വയസ്സ് മുതൽ ഞാൻ കഥാപ്രസംഗം വേദിയിൽ അവതരിപ്പിച്ച ആളാണ്. അതെ. അങ്ങനെയാണ് എനിക്ക് കഥാപ്രസംഗത്തിൻ്റെ ആ ഒരു എൻ്റെ അവതരണ രീതിയിൽ, എൻ്റെ സംസാര രീതിയിൽ, എൻ്റെ ഗാന അവതരണ രീതിയിലൊക്കെ ആ ഒരു കഥാപ്രസംഗത്തിൻ്റെ ശൈലി ശ്രോതാക്കൾക്ക് ദർശിക്കാൻ കഴിയും.
ഞാനൊരു ഗാനം അവതരിപ്പിക്കുന്നത് വെറുതെ ഇന്ന ചിത്രത്തിലെ ഇന്ന ആൾ പാടിയ ഗാനമെന്ന് മാത്രമല്ല പറയുന്നത്. ഉദാഹരണത്തിന് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറയുന്ന ചിത്രത്തിലെ ആ ഒരു ഗാനം, പ്രസിദ്ധമായ ഒരു ഗാനമുണ്ട്. അമ്പിളി എന്നാണ് അതിൽ നായികയുടെ പേര്. അമ്പിളിയുടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ തയ്യാറാവുകയാണ്. അപ്പൂട്ടന് വേണ്ടി ആലോചിച്ച പെണ്ണാണ്. അപ്പോൾ അവൾക്കത് മനസ്സില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് അവൻ പിന്മാറി. കാരണം അവളെ MBBS പഠിപ്പിച്ചതും ഈ അപ്പൂട്ടനാണ്. അതാണ് ആ കഥയുടെ പശ്ചാത്തലം. അപ്പോൾ അതിലൊരു ഗാനമുണ്ട്, കരളിൻ്റെ നോവറിഞ്ഞാൽ കളി വീണ പാടുമോ. ആ ഗാനം അവതരിപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്. കല്യാണ പന്തലിൽ അപ്പൂട്ടൻ നിന്നു തകർന്ന ഹൃദയവുമായി. അവൻ സ്നേഹിച്ചിരുന്ന പെണ്ണാണ് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. പക്ഷേ ആ കല്യാണം വളരെ മനോഹരമായിട്ട് നടത്താനായിട്ട് അവൻ ഉത്സാഹവാനായി ഓടി നടക്കുന്നെങ്കിലും അവൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈ ഗാനം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ കഥയുടെ ചെറിയൊരു വിവരണം കൂടെ നൽകിക്കൊണ്ടാണ് ഞാൻ ഗാന അവതരണം നടത്തുന്നത്. ഈ ഗാനാവതരണം നടത്തിയതിൻ്റെ ഒരു ഗുണം, എനിക്ക് വലിയൊരു ഒരു എക്സ്പോസർ, അതായത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്, അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്ന ചിത്രം അറിയാമല്ലോ. അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് അശ്വതിയുടെ അമ്മയാണ്. അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് അശ്വതിയാണ്. അച്ചു വീട്ടിൽ വിളിക്കുന്നത് അശ്വതി, അച്ചു. അപ്പോൾ ഉർവശിയാണ് അത് അഭിനയിച്ചത്. മറ്റത് നായികയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെ മീര ജാസ്മിൻ, അതെ അതെ. അപ്പോൾ മീര ജാസ്മിൻ്റെ ഉർവശിയുടെയും ആ സിനിമ വളരെയേറെ ആകർഷിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിലെ ഒരു ഗാനമുണ്ട്, എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ. ആ പാട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അന്ന് കേരള കൗമുദി പത്രത്തിലൊരു വാർത്ത വന്നു. ഇതേപോലെ സ്വന്തം കുഞ്ഞല്ലെങ്കിലും സ്വന്തം കുഞ്ഞായിട്ട് എടുത്തു വളർത്തിയ ഒരു കുഞ്ഞിൻ്റെ അമ്മ, അവളും പരീക്ഷയ്ക്ക് പോകുന്നു, ഈ കുഞ്ഞും പരീക്ഷയ്ക്ക് പോകുന്നു. അങ്ങനെയൊരു സംഭവമാണ്. അപ്പോൾ ഈ അച്ചുവിൻ്റെ അമ്മയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അത് സജീവൻ എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് കേരള കൗമുദി പത്രത്തിൽ എഴുതിയത്. അപ്പോൾ അന്ന് ആ വാർത്ത വന്നതിൻ്റെ അന്ന് തന്നെ ഞാനും ഈ ഗാനം അവതരിപ്പിച്ചപ്പോഴത്തേക്കും ഈ പത്രവാർത്തയുടെ കാര്യം കൂടെ സൂചിപ്പിച്ചു. അങ്ങനെ സജീവൻ എന്നെ ആകാശവാണിയിൽ വിളിച്ചിട്ട് അതിനോട് ചോദിച്ചത് അങ്ങനെ പറയാൻ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചലച്ചിത്ര ഗാനം അവതരിപ്പിക്കുമ്പോൾ ഇതുപോലെ കഥയുടെ പശ്ചാത്തലം, സിനിമയുടെ പശ്ചാത്തലം ഒക്കെ പറയാറുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിക്കാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ഈ കഥാപ്രസംഗത്തിൻ്റെ ആഭിമുഖ്യമാണ്. 6ാം ക്ലാസ്സിൽ ഞാൻ ആര്യങ്കാവ് സ്വദേശിയാണ്. ആര്യങ്കാവ് സെൻറ്റ് മേരീസ് UPSൽ ഞാൻ ആനിവേഴ്സറിക്ക് ഞാനിത് കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേദികളിലും വേറെ പല കഥകളുമൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് BAയ്ക്കും MAയ്ക്ക് വരെ ഞാൻ കഥാപ്രസംഗം വേദികളിലൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇതെൻ്റെ മനസ്സിലെങ്ങനെ കിടക്കുകയാണ്. കടയ്ക്കൽ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം ഇപ്പോൾ കുളത്തൂപ്പുഴ ജീവിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആകാശവാണിയിൽ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കഥാപ്രസംഗമൊക്കെ ഞാൻ നിർത്തി. പിന്നെ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഗാനാവതരണത്തിൽ കൂടിയാണ്. അങ്ങനെ ഞാൻ ഒരു കലാകാരൻ തന്നെ ആയിരുന്നു ഞാൻ. ഈ റൊണാൾഡോ കഥാപ്രസംഗം താങ്കൾ രൂപപ്പെടുത്തിയത് എങ്ങനെ? റൊണാൾഡോ കഥാപ്രസംഗം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ട് ഏകദേശം ഒരു 4-5 വർഷമായി. ആകാശവാണിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമാകുന്നു. 2022ലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് 2021ലാണ് പുലർവട്ടം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ ആകാശവാണിയിലുണ്ട്. തിരുവനന്തപുരം നിലയത്തിൻ്റെ പരിപാടിയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന ദിവസങ്ങളിലൊക്കെ അത് ക്ലോസ് ചെയ്യുമ്പോൾ, പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്ന 8:30 കൂടിയൊക്കെയാണ് ക്ലോസ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാനൊരു ഗുണപാഠം പറയാറുണ്ട്. അങ്ങനെ ഗുണപാഠം പറഞ്ഞുകൊണ്ടാണ് അത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ് ഇനി അടുത്ത് ഇന്നത്തെ പുലർവട്ടം ഇവിടെ സമാപിക്കുന്നു, എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്നതിന് മുമ്പായിട്ടാണ് എന്തെങ്കിലും ഒരു ഗുണപാഠം ഞാൻ പറയാറുള്ളത്. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ കഥ റൊണാൾഡോയുടെ കഥയാണ്. റൊണാൾഡോ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠനം നിർത്തി. അപ്പോൾ പഠനം നിർത്തി ആ ദിവസം ഇനി സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ല, ടീച്ചറിനോട് വഴക്കിട്ട് ടീച്ചർ അവനെ ഇറക്കി വിട്ടതാണ്. അങ്ങനെ അവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു 1.5 വെല്ലുവിളിയാണ്. ടീച്ചർ, ഇനി ഞാൻ എവിടെയും പഠിക്കാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ 5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും ഈ സ്കൂള് വിലയ്ക്ക് വാങ്ങാൻ. എല്ലാവരും ഇതുപോലെ പറയുന്നുണ്ട്.
വീരവാദമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ ആദ്യം സ്കൂൾ ഫീസ് അടക്കി എന്നൊക്കെ ടീച്ചർ അവനെ കളിയാക്കിയെങ്കിലും 5 വർഷം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവൻ ഈ സ്കൂൾ വിലയ്ക്ക് വാങ്ങാൻ വന്നു, വിലയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സംഭവം വാട്സാപ്പിലൂടെ, നമുക്ക് മൊബൈൽ ഫോണിൽ കൂടെ വാട്സാപ്പിലൂടെ ഇതുപോലെയുള്ള വിവരങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ ഇത് വന്നപ്പോഴത്തേക്കും ഇത് വലിയൊരു ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നുകയും അന്നത്തെ പുലർവട്ടത്തിൽ ഞാനിത് കഥ പറയുകയും ചെയ്തു. അപ്പോൾ ഈ ടീച്ചർ അവനെ നല്ല പേര് വിളിക്കില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് വിളിക്കില്ല, കൂട്ടുകാർ കളിയാക്കുന്ന വട്ടപ്പേരെ അവന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ടീച്ചറിനോട് അവൻ അന്ന് പറഞ്ഞു, ടീച്ചർ ഇപ്പോൾ എന്നെ ടീച്ചർ വട്ടപ്പേരാണ് വിളിക്കുന്നത്, എൻ്റെ യഥാർത്ഥ പേര് വിളിക്കുന്നില്ല. എന്നെ ഇന്ന് ലോകം സ്നേഹത്തോടു കൂടി വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. അങ്ങനെ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള പേര് ഈ കഥ പറഞ്ഞ് ഗുണപാഠ കഥയായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ മാത്രമാണ് ഈ പേര് പറഞ്ഞത്. ആ പേര് പറയുന്നതോടുകൂടി ആ പ്രോഗ്രാം തീരുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു കഥാപ്രസംഗ ശൈലിയൊക്കെ അതിനകത്ത് വന്നു. ഒരുപാട് പേര് എനിക്ക് അറിയാവുന്നവരും എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരുമൊക്കെ ഡൂഡ് റൂമിൽ വിളിച്ച് എന്നെ അഭിനന്ദനം അറിയിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് വലിയൊരു വിത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ വിത്ത് മുളപ്പിച്ചാൽ നമുക്ക് നല്ല ഫലം കിട്ടും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിലങ്ങനെ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിരിയുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5 വർഷത്തിന് മുമ്പ് ഞാൻ കഥാപ്രസംഗ ഓഡിഷൻ ആകാശവാണിയിൽ പാസ്സായി. ഹാച്ചി, പ്രിയപ്പെട്ട ഹാച്ചി, അങ്ങനെ ഒരു കഥയുണ്ട്. ജപ്പാനിലെ ഒരു ജീവിച്ചിരുന്ന പട്ടിക്കുട്ടിയാണ്. യജമാനനെ കാത്ത് 11 വർഷക്കാലം അത് ജീവിച്ചിരുന്നു. 9 വർഷക്കാലം അത് യജമാനനെ കാത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ പാർക്കിൽ കാത്തിരുന്ന പട്ടിയാണ്. ഹാച്ചി എന്നാണ് പേര്. അപ്പോൾ ഹാച്ചി, പ്രിയപ്പെട്ട ഹാച്ചി. അങ്ങനെ 9 വർഷം യജമാനൻ മരിച്ചുപോയി ഇതിനിടയ്ക്ക്. അത് പട്ടി അറിയുന്നില്ല. പട്ടി വിചാരിക്കുന്ന അടുത്ത ട്രെയിനിൽ വരും, അടുത്ത ട്രെയിനിൽ വരും, അടുത്ത ട്രെയിനിൽ വരും എന്നും പറഞ്ഞുകൊണ്ട് ഈ പട്ടി അവിടെ കാത്തിരിക്കുകയാണ്, പാവം. അപ്പോൾ ആ പട്ടിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 2 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഹാച്ചി ദ ഡോഗ് സ്റ്റോറി എന്നുള്ള പേരിൽ 2 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു സിനിമ എൻ്റെ മകനാണ് എനിക്ക് കാണിച്ചു തന്നത്. നിതീഷ് എന്നാണ് അവൻ്റെ പേര്. അവൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ആ സിനിമ ഒന്ന് കണ്ടു നോക്കണം. ആ സിനിമ കണ്ടപ്പോൾ ഞാനും കരഞ്ഞുപോയി. അയ്യോ, അത് നമ്മൾ കരയാതിരിക്കാൻ പറ്റില്ല, അത്രത്തോളം ഹൃദയഹാരിയായ ഒരു കഥയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഈ പട്ടിക്കുട്ടിയുടെ കഥ ഞാൻ കഥാപ്രസംഗമായിട്ട് റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗാനരചന വയലാർ. ആകാശവാണിയിൽ ഞാൻ ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ പറയുന്ന വാക്ക് ഇതാണ്, ഗാനരചന വയലാർ. അങ്ങനെ ഗാനരചന വയലാർ എന്ന് പറയും. ഇപ്പോൾ വയലാറിൻ്റെ സെൻറ്റിനറി ആണല്ലോ. അപ്പോൾ വയലാർ ശതാബ്ദി ആഘോഷത്തിൻ്റെ വേളയിൽ ഞാൻ അങ്ങനെ ഒരു കഥാപ്രസംഗം ആകാശവാണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഇനി അടുത്ത് ഈ വേൾഡ് കപ്പ് വരുന്നതിൻ്റെ സമയം നോക്കി ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരു കുഴപ്പം പറ്റിയത്, ആകാശവാണിയിൽ ഞാൻ പോയി ഈ കഥ അവതരിപ്പിച്ചു. അത് റേഡിയോയിൽ കേൾപ്പിക്കാൻ ഇപ്പോൾ പറ്റില്ല. കാരണം ഇതിൻ്റെ ഓഡിഷന് വേണ്ടി, അതായത് ബി ഹൈക്ക് വേണ്ടി അടുത്ത ലെവലിലേക്ക് ആകാശവാണിയിൽ ഓരോ ഗ്രേഡുണ്ട്. ബി ഹൈ, ബി ഹൈ, എ ടോപ്പ്, അങ്ങനെയുള്ള പല ഗ്രേഡുകളുണ്ട്. അപ്പോൾ അതിൽ ബി ഹൈക്ക് വേണ്ടി ഇത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് ഡൽഹിയിൽ പോയി അവിടെ നിന്നാണ് റിസൾട്ട് വരേണ്ടത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഏകദേശം 1 വർഷമൊക്കെ കഴിയും. അപ്പോൾ ഇവിടെ ഫുട്ബോളും കഴിയും, വേൾഡ് കപ്പും കഴിയും. അപ്പോൾ ഈ കഥയ്ക്ക് അത്ര വലിയ ഇത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം, ഞാൻ റിട്ടയർ ആയതിനു ശേഷം ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വെബ് റേഡിയോ. നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ വെബ് റേഡിയോ സ്വയം നടത്തുന്നതിന് ഇതുണ്ട്. ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി. അങ്ങനെ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു റേഡിയോ പ്രക്ഷേപണം, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ, അപ്പോൾ ആകാശവാണിയിൽ വരുന്ന വൻകിട പാട്ടുകാർ അല്ലാതെ ഉള്ളവരും പാടുന്നവരുണ്ടല്ലോ. പാട്ട് പാടാത്ത കരുതയില്ല എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ എല്ലാത്തരം ആൾക്കാർക്കും പാടാനൊരു അവസരം കൊടുക്കുക. ഗാന സദസ് അങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് റേഡിയോ പരിപാടിയായിട്ടാണ്. അതിന് എനിക്ക് ഒരു സംഘടനയൊക്കെ ഉണ്ട്. കാഞ്ചീരവം എന്ന പേരിലാണ്. കാഞ്ചിയോട് ജയൻ, കാഞ്ചീരവം, എൻ്റെ പേരിൻ്റെ ഒരു ഭാഗം അതിനകത്തുണ്ട്. അങ്ങനെ കേരളം ഒട്ടാകെ എനിക്ക് 8 ജില്ലകളിൽ ഇതിന് ബ്രാഞ്ചസ് ഉണ്ട്. ഈ കാഞ്ചീരവത്തിന് റേഡിയോ പരിപാടിയുടെ ആസ്വാദനമാണ് ഈ സംഘടന. ഞാൻ 5 വർഷക്കാലം
റേഡിയോ മാസിക നടത്തിയിരുന്നു കാഞ്ചീരവ എന്ന പേരിൽ. ഇപ്പം മാസിക നടത്താൻ പറ്റുന്നില്ല, കാരണം അത് വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമാണ്. പിന്നെ ആകാശവാണിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രോതാക്കളിൽ നിന്നുള്ള സഹകരണവും വളരെ ഒരു 50% കുറഞ്ഞിട്ടുണ്ട്. സത്യം അതാണ്. എന്നിരുന്നാലും കുറേ ആൾക്കാർ എന്നോടൊപ്പം ഇപ്പോഴും എൻ്റെ സംഘടനയിലുണ്ട്, എന്നെ സഹായിക്കുന്നുണ്ട്. വർഷം തോറും അവർ ചെറിയൊരു ഓഹരി തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഈ റേഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ ചിലവില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം അതനുസരിച്ച് ഈ റേഡിയോയിലൂടെ, കാഞ്ചീരവം വെബ് റേഡിയോ, ഈ കാഞ്ചീരവം റേഡിയോയിലൂടെ ഇപ്പോൾ തന്നെ ഒരു 3 പ്രാവശ്യം ഈ കഥാപ്രസംഗം കേൾപ്പിച്ചു കഴിഞ്ഞു. റൊണാൾഡോയുടെ കളിയുള്ള ദിവസം ഇന്ന് കളിയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി 9 മണിക്ക് ക്രിസ്ത്യാനോയുടെ കഥാപ്രസംഗം എൻ്റെ റേഡിയോ കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ആരോട് അനുവാദം വാങ്ങണ്ടല്ലോ. അങ്ങനെയൊക്കെ വലിയൊരു സൗകര്യത്തിലിരിക്കുകയാണ്, സന്തോഷത്തിലാണ്. റൊണാൾഡോയുടെ കളിയുടെ ശൈലിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? റൊണാൾഡോയുടെ കളിയുടെ ശൈലി തന്നെയാണ് അദ്ദേഹത്തിന് ലോകം ഒട്ടാകെ ആരാധകരെ നേടിക്കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഈ വിജയ ആഹ്ലാദ രീതിയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആകർഷിച്ചത്. അവർ കളി കണ്ട് ആസ്വദിച്ചതല്ല, അവർക്ക് ഈ പൊങ്ങിച്ചാട്ടം കണ്ടിട്ടാണുള്ള ഇതാണ്. അതേസമയം മുതിർന്ന ആൾക്കാർ, സീരിയസ് ആയിട്ട് ഫുട്ബോൾ കളിയെ കാണുന്ന ആൾക്കാർ റൊണാൾഡോ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത്, ഞാനും അതൊക്കെ കൊണ്ടാണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പൈസയൊന്നും തന്നിട്ടൊന്നുമല്ല, ആരാധിക്കുന്നതിനോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആനുകൂല്യം അവിടെ നിന്ന് അദ്ദേഹത്തിന് നമ്മളെ അറിയുക പോലുമില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചു പോകുന്നത് അദ്ദേഹത്തിൻ്റെ കളിയിലൂടെ നമ്മളെ ആകർഷിച്ചതാണ്. അയാളുടെ കളിയുടെ രീതിയിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഫുട്ബോൾ ഒരു ചടുലമായ കളിയാണ്. അതിൽ തീരുമാനമെടുക്കുന്നത് 100-1 അംശത്തിൽ വെച്ച് തന്നെ തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കണം. അത് ആലോചിച്ച് തളർന്നു നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ ക്വിക്കായിട്ട് ഓടാനും അതുപോലെ ചാടി പറന്ന് ഗോളടിക്കാനും, അദ്ദേഹത്തിൻ്റെ ഗോള് ഏതെല്ലാം തരത്തിലുള്ള ആംഗിളിലൂടെയുള്ള ഗോളുണ്ടെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പുറംകാല് കൊണ്ട്, അതായത് അദ്ദേഹം മുമ്പോട്ട് നടക്കുന്നു, ഗോൾ പോസ്റ്റ് പുറകിലാണ്, പുറകിലോട്ട് അദ്ദേഹം ഗോൾ അടിക്കുന്നു. അങ്ങനെയുണ്ട്. അതുവരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗോൾ പോസ്റ്റ് നോക്കാതെ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നെഞ്ചുകൊണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട്, ഹെഡ് കൊണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട്, പറന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ സിസർ കട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഫ്രീ കിക്കിൻ്റെ ഒരു ആശാൻ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത്. അങ്ങനെ റൊണാൾഡോയുടെ കളിയുടെ ആ ശൈലി ആണ് നമ്മളെയൊക്കെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആരാധകനാക്കി മാറ്റിയത്. അതുതന്നെയാണ് ലോകമൊട്ടാകെ ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ഫാൻസ് ഉള്ളത്, ഫോളോവേഴ്സ് ഉള്ളത് ക്രിസ്ത്യാനോയ്ക്കാണ്. ഈ ലോകകപ്പ് റോണോ തൂക്കുമോ? ഈ വേൾഡ് കപ്പ് റോണോ തൂക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. റോണോയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന വലിയ കളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കളിക്കാരെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 1 മെസ്സി, 2 നെയ്മർ, 3 റൊണാൾഡോ. ഇതിൽ റൊണാൾഡോയുടെ രാജ്യത്തിനും റൊണാൾഡോയ്ക്കും മാത്രമേ വേൾഡ് കപ്പ് കിട്ടാതുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം, ബ്രസീലിൻ്റെ നെയ്മറിന് 5 പ്രാവശ്യം അവരുടെ രാജ്യത്തിന് കിട്ടി. ഇദ്ദേഹം കളിക്കുമ്പോൾ തന്നെ അത് ഇന്ന് കിട്ടിയിട്ടുണ്ട്. മെസ്സി 2ാം തവണയാണ് വേൾഡ് കപ്പ് നേടി നിൽക്കുന്നത്. അപ്പോൾ ഇനി കിട്ടേണ്ട കാവ്യനീതി അനുസരിച്ച് യോഗ്യതയുള്ള വ്യക്തി റൊണാൾഡോയാണ്. പക്ഷേ നമ്മൾ ഈ പുറത്തിരുന്ന് പറയുന്നത് പോലെ അല്ലല്ലോ കാര്യം. വേൾഡ് കപ്പ് ആണ്, ഏതൊരു കുഞ്ഞൻ ടീമും ഉയർന്നു വരാം. അതിലൊരു നല്ലൊരു കളിക്കാരൻ നല്ല ഫോമിലെത്തിയാൽ തീർന്നു, ബാക്കി എല്ലാ ആൾക്കാരും നിഷ്പ്രഭനാവും. അപ്പോൾ ഇത്തവണ റൊണാൾഡോയ്ക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും. ഇനിയുള്ള കഥകൾ ആരിലേക്കും എന്തിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്? ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ആളല്ല. ഇപ്പോൾ ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എനിക്ക് സ്റ്റേജിൽ അവതരിപ്പിച്ച് ജീവിക്കേണ്ട ഒരാവശ്യമില്ല. പെൻഷനുണ്ട്, നല്ല പെൻഷനുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഭാര്യ ISRO ജീവനക്കാരിയാണ്, ഗസറ്റഡ് റാങ്കിൽപ്പെട്ട ജീവനക്കാരിയാണ്. പിന്നെ എൻ്റെ 2 മക്കളാണ്. മക്കൾക്ക് ജോലിയുണ്ട്. മോന് മാത്രമാണ് ജോലിയില്ലാത്തത്. മോനിപ്പോൾ എന്നെ ഈ റേഡിയോ പ്രക്ഷേപണത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പിന്നെ എനിക്ക് എക്സ്ട്രാ വലിയ സാമ്പത്തിക ചിലവൊന്നും എനിക്കില്ല. അതായത് മദ്യപാനമില്ല, മറ്റ് തരത്തിലുള്ള കാര്യങ്ങളില്ല. പിന്നെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് വേദികളിൽ പോയി കഥാപ്രസംഗം പറയേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ പറയുന്നില്ല. ഇപ്പോൾ അതിന് പറ്റിയ ആരോഗ്യവും ഇല്ല. പിന്നെ ഡെയിലി ഈ വീട്ടിലിരുന്ന് ചെയ്യേണ്ട ജോലിയുണ്ട്. അത് വെബ് റേഡിയോ പ്രക്ഷേപണമാണ്. രാവിലെ 6 മണി മുതൽ രാത്രി 10, 10:30, 11 മണി വരെ ആണ് അതിൻ്റെ പ്രക്ഷേപണം. അതുകൊണ്ട് കഴിയുന്നതും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിനി കൂടുതൽ കഥ അതിനു വേണ്ടി പറയുന്നില്ല. പിന്നെ ക്രിസ്ത്യാനോയുടെ കഥ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ, 5 വർഷത്തിന് മുമ്പേ എൻ്റെ ആകാശവാണിയിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു ബീജാവാപം എന്നിലുണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് ഈ കഥ ഇപ്പോൾ അവതരിപ്പിക്കാനായിട്ട് ഇപ്പോൾ പറ്റിയത്. ഇതും അരമണിക്കൂറേ ഉള്ളൂ. സ്റ്റേജിൽ പുറത്തു പോയി 1, 1.5, 2 മണിക്കൂർ പറയുന്ന തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ കാഥികനായിട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് കഥാപ്രസംഗത്തിലൂടെ എനിക്ക് ജീവിതം നേടാൻ പറ്റും. കാരണം അന്ന് ആകാശവാണിയിൽ വരുമെന്നുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ. ആകാശവാണിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ജോലി കിട്ടി വന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി എന്നല്ലേ പേര്? പ്രീതി. അപ്പോൾ പ്രീതിക്ക് തന്നെ ഇപ്പം ആകാശവാണിയിലോ ദൂരദർശനിലോ ജോലി കിട്ടുമെന്ന് ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ പഠിക്കുന്നത്. കിട്ടിയാൽ കിട്ടി, അതൊരു ഭാഗ്യമാണ്. അതുപോലെയാണ് എനിക്കും കിട്ടിയത്. അപ്പോൾ അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് കഥാപ്രസംഗക്കാരനായിട്ട് വേദികളിൽ പോയി പറയാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ച് ഇരുന്നത്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ സമീപനം മാറി. പിന്നെ എൻ്റെ കഥാപ്രസംഗ പറയുന്നതിൻ്റെ ആ ഒരു ശൈലി ഞാൻ ഗാന അവതരണത്തിലേക്ക് മാറ്റി. അതാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ പുറത്തു പോയി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഒരുപാട് കഥ ഇപ്പോൾ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുമില്ല. ഇനി എന്തെങ്കിലും കഥ അതുപോലെ സ്ട്രൈക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി വരികയാണെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പവുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ. ഇപ്പം തന്നെ 1-2 ആൾക്കാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർ വന്നിട്ടുണ്ട്. ഓൺലൈൻ വഴി ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. കൊല്ലത്തുനിന്നൊരു കുട്ടിയുണ്ട്, അതുപോലെ ഇവിടെ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ട്, ആര്യങ്കാവുന്ന്. അപ്പോൾ അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ ഞാൻ അത് എനിക്ക് തോന്നിയാൽ പഠിപ്പിക്കും. അതെങ്ങനെ എല്ലാവരും പഠിപ്പിക്കാൻ ആയിട്ട് ആഗ്രഹിക്കുന്നില്ല. അതാണ്. കുടുംബാംഗങ്ങളെക്കുറിച്ച് കുടുംബം, എൻ്റെ ഭാര്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ISRO ജീവനക്കാരിയാണ്. അവർക്കിനി 4 വർഷം കൂടെ സർവീസുണ്ട്. അതും 60 വയസ്സ് വരെയാണ്. ഗസറ്റഡ് ഓഫീസറിൽപ്പെട്ട ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് 2 മക്കൾ, ആണും പെണ്ണും, നിതീഷ് ജയൻ, കാഞ്ചന ജയൻ. അപ്പോൾ മകൾ BTech കാരിയാണ്, അവൾക്ക് ജോലിയുണ്ട്, ബാംഗ്ലൂരിലാണ്. അവളിവിടെ ഇല്ല. പക്ഷേ 2 പേരുടെയും കല്യാണമായിട്ടില്ല. മകൻ എന്നോടൊപ്പം ഇവിടെയുണ്ട്. അവനിപ്പം സ്ഥലത്തില്ല, പുറത്തോട്ട് പോയിരിക്കുന്നു. അവനും അമ്മയുമായിട്ട് അവരുടെ കുടുംബ വീട്ടിൽ പോയിരിക്കുകയാണ്. അതാണ്. അപ്പോൾ വളരെ സന്തുഷ്ടമായ ഒരു കുടുംബ ജീവിതം എനിക്ക് കിട്ടി. ഈ വീട് വെച്ചിട്ട് 4 വർഷമേ ആകുന്നുള്ളൂ. അതുവരെ മറ്റൊരു വീടുണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 വീട് എനിക്ക് ഉണ്ടെന്ന് മേനി പറയാം. അങ്ങനെയാണ്. സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ചുകൊണ്ട് സന്തോഷവനമായിട്ട് ഇരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു വളരെ കൂലിവേല ചെയ്യുന്ന വ്യക്തികളിൽപ്പെടുന്ന ഒരു കുടുംബാംഗമാണ്. സ്റ്റൈപ്പൻഡറി സ്റ്റുഡൻ്റാണ്. സ്റ്റൈപ്പൻഡ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് കിട്ടിയ സ്റ്റൈപ്പൻഡ് കൊണ്ട് ഞാൻ കൃത്യമായിട്ട് പഠിക്കുകയും അത് വലിയൊരു നേട്ടത്തിലേക്ക് ആവുകയും ചെയ്തു. ദൈവാധീനം കൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ വിഭാഗത്തിൽപ്പെട്ട കേൾക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും പഠിത്തം മാത്രമാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ധനം. വിദ്യാധനം സർവധനാൽ പ്രധാനം. അതുകൊണ്ട് പഠനത്തിലൂടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുക. ലഹരി ഉണ്ടാവും, അതുപോലെ മറ്റ് മോഹിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും മനസ്സ് ചാഞ്ചാടി നമ്മളുടെ ഭാവിയെ തകർത്ത് കളയരുത്. പഠിക്കുക. ആ പഠനത്തിലൂടെയാണ്. ഞാൻ MA ഫസ്റ്റ് ക്ലാസ്സുകാരനാണ്. ഞാൻ പഠിത്തമെല്ലാം ഞാൻ വളരെ ക്ഷമയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, വാശിയോടുകൂടി ജീവിതത്തിൽ നേടണം എന്നുള്ള രീതിയിൽ പഠിച്ച് ഉയർന്നു വന്നവനാണ്.
എനിക്ക് ദൈവാധീനം കൊണ്ട് എൻ്റെ ഈശ്വരാനുഗ്രഹം പോലെ എനിക്ക് നല്ല ഗവൺമെൻറ് ജോലി തന്നെ കിട്ടുകയും ചെയ്തു. അതാണ്. അപ്പോൾ ഇത് നമ്മൾ സത്യസന്ധമായി നമ്മൾ ജീവിതത്തെ സമീപിച്ചാൽ സത്യസന്ധമായി ഈ പ്രകൃതിയും നമുക്ക് വിഭവങ്ങൾ ഒരുക്കിത്തരും. അതാണ് എൻ്റെ ഗുഡൻസ്. അപ്പോൾ ഈ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ വിശ്വസിക്കുക. പ്രകൃതിയിലൊരു നീതിയുണ്ട്, പ്രകൃതിയിലൊരു കാവ്യനീതിയുണ്ട്. ആ കാവ്യനീതിക്ക് അനുസരിച്ച് ആരെയും ദ്രോഹിക്കാൻ നിൽക്കരുത്, ആരുടെയും ഭാവി ഇല്ലാതാക്കരുത്, ആരോടും അസൂയ പാടില്ല. ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ, സൽചിന്ത ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു നോക്കൂ. തീർച്ചയായും നമുക്കത് ഫലം കിട്ടിയിരിക്കും. അതാണ് എൻ്റെ ജീവിതം. കളിയുടെ ആവേശം കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കളിയുടെ ആവേശം കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാനും രാത്രി ഉറക്കമുളച്ച് കളി കാണുന്ന വ്യക്തിയാണ്. കാരണം ഈ കളി എന്ന് പറയുന്നത് അങ്ങ് അകലെ നമ്മളുടെ ഈ ഭൂമിയുടെ മറു സൈഡിലാണ് നടക്കുന്നത്. ഈ ഭൂമിയുടെ മറു സൈഡ് ഗോളമാണല്ലോ. അപ്പോൾ ഈ ഗോളത്തിൻ്റെ മറു സൈഡിൽ നടക്കുമ്പോഴത്തേക്കും നമ്മളുടെ സൗകര്യം അനുസരിച്ച് കളി നടക്കില്ല. കളി നടക്കുന്നതെല്ലാം അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രിയിൽ താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ ഈ കളിയുടെ റിപ്പീറ്റേഷൻ ചാനലിൽ വരുന്നുണ്ട്. അപ്പം തീരെ ആരോഗ്യമില്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ സൗകര്യമില്ലാത്ത വ്യക്തികൾ പാതിരാത്രി ഉറക്കം ഉളച്ചിരുന്ന് ആരോഗ്യം കളയരുത് എന്നുണ്ട്. കുട്ടികളൊക്കെ കാണട്ടെ. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനൊക്കെ ഇപ്പോഴും ഇരുന്ന് രാത്രി 2:30-3 മണിക്കൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. എനിക്കതിന് പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് ഒരു 12:30-1 മണിയൊക്കെ വരെയാണ് ഞാൻ മാക്സിമം കളി കാണുന്നത്. അതിനുശേഷം ഞാൻ ഉറങ്ങും. അപ്പോൾ അത് അനുസരിച്ച് എല്ലാവർക്കും നല്ലൊരു കളി വിരുന്ന് സൂപ്പർ കളിയാണ് നടക്കുന്നത്. കൊച്ചു കൊച്ചു ടീമുകൾ പോലും അതിഗംഭീരമായിട്ട് കളിക്കുന്നത് ഇപ്പോൾ കാണുന്നുണ്ട്. അത് എല്ലാവർക്കും അതൊരു വലിയൊരു വിഭവം തന്നെയാണ്. കളി കാണണം, ആരോഗ്യം കളഞ്ഞുകൊണ്ടാകരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ എനിക്ക് പഠിച്ചു വരുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സൽപ്രവൃത്തി ചെയ്താൽ തീർച്ചയായും ഈശ്വരൻ അതിന് പ്രതിഫലം തരും. ഈശ്വരൻ അല്ലെങ്കിൽ ഈ പ്രകൃതി. നമ്മൾ നല്ല കാര്യം ചിന്തിക്കുക, നല്ല കാര്യം പ്രവർത്തിക്കുക, അതിനു വേണ്ടി മാത്രം നമ്മൾ ആഗ്രഹിക്കുക. തീർച്ചയായും ഈ പ്രകൃതി നമുക്ക് നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. എൻ്റെ ജീവിതം തന്നെ അതിന് സാക്ഷിയാണ്. കാരണം എനിക്ക് ആകാശവാണിയിൽ ജോലി കിട്ടുന്നത് വെറും നിസ്സാരമായ ഒരു ആകസ്മികമായ സംഭവത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഗുരുനാഥൻ സോമനാഥൻ സാർ, കൊല്ലം SN കോളേജിൽ പഠിപ്പിച്ചിരുന്ന സോമനാഥൻ സാറ് ചേർത്തല SN കോളേജിൽ അധ്യാപകനായിട്ട് ഇരിക്കുന്ന സമയത്ത്, അദ്ദേഹം കൊല്ലത്തുകാരനാണ്. കൊല്ലത്ത് നിന്ന് ചേർത്തലയിലേക്ക് അദ്ദേഹം ബസ്സിൽ പോകുമ്പോഴത്തേക്കും ആ ബസ്സിൻ ആലപ്പുഴ എത്തിയപ്പോഴത്തേക്കും ചായ കുടിക്കുന്നതിന് വേണ്ടി സൈഡ് സീറ്റിലുള്ള ആൾ ഇറങ്ങി. അപ്പോൾ അയാൾ അവിടെ സീറ്റ് റിസർവ് ചെയ്യാനായിട്ട് അന്നത്തെ പത്രം അവിടെ വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ സാറ് ചായ കുടിക്കാൻ ഇറങ്ങിയില്ല. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്കും ഒരു പത്രം അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അയാൾ വരുമ്പോഴത്തേക്കും വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ പത്രം നിവർത്ത് നോക്കിയപ്പോൾ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിൽ ഒരു അനൗൺസർ പോസ്റ്റ് വിളിച്ചിരിക്കുക. അത് എൻ്റെ വിഭാഗത്തിനുള്ള നോട്ടിഫിക്കേഷനാണ്. ഞാൻ കാണുന്നില്ല. ഞാനന്ന് അത്ര വലിയ പത്രവായനയൊന്നും ഇല്ല. ആ സമയത്ത് അദ്ദേഹത്തിനും തോന്നി, വിജയൻ, എൻ്റെ യഥാർത്ഥ പേര് വിജയനാണ്, കാഞ്ചിയോട് ജയൻ എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥ പേര് വിജയനാണ്. അങ്ങനെ വിജയൻ MA കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണല്ലോ, അവന് ഈ യോഗ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം അന്ന് എനിക്ക് കത്തയച്ചു, എനിക്ക് കിട്ടി. ആ കത്ത് പിറ്റേ ദിവസം തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ വളരെ ആകസ്മികമായിട്ടാണ്, ഈശ്വരാനുഗ്രഹം പോലെയാണ് സാറിൻ്റെ കണ്ണിൽ ആ പത്രം കിട്ടിയത്. ആ പത്രത്തിൽ നിന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചത്. ഞാൻ പോയി അപേക്ഷ കൊടുത്തു. എനിക്ക് തന്നെ ഒരൊറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ പോസ്റ്റ് എനിക്ക് തന്നെ കിട്ടി. അതാണ്. അപ്പോൾ നമ്മൾ ഗുരുവിനോട് കാണിച്ച ആ സ്നേഹം കൊണ്ടാണല്ലോ അദ്ദേഹം എനിക്ക് കത്തയച്ച് അറിയിക്കാൻ തോന്നിയത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നല്ല പ്രതീക്ഷയോടുകൂടി, ഈശ്വരഭക്തിയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് നല്ലത് മാത്രമേ കിട്ടുകയുള്ളൂ. അത് ഒരു സംശയവുമില്ല. നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം നമുക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എൻ്റെ ജീവിതം അതിന് വളരെയേറെ ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതാണ് എൻ്റെ
എന്നെ കേൾക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്. മഴവില്ലിന് നിറങ്ങൾ 7, സ്വരങ്ങൾ 7, ലോകാത്ഭുതങ്ങൾ 7, ഫുട്ബോളിൽ നല്ലത് 7-ാം നമ്പർ, ദ വൺ ആൻഡ് ഒള്ളി CR7. ഫുട്ബോളിലെ പകരം വയ്ക്കാനില്ലാത്ത ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥ നമുക്ക് സമ്മാനിച്ച കാഞ്ചിയോട് ജയന് നന്ദി.